ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള ഡൂഡിൽ ആർട്സ് പിക്ചേഴ്സ് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഫോട്ടോസിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ? അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുന്നേ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ? ആരംഭിക്കലാങ്ങളാ. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ആപ്പിലാണ് കേട്ടോ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പിക്സാർട്ട് ആപ്പ്. നമുക്കിത് പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോ വെർഷൻ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു പിക്ചർ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി സൈഡിലോട്ട് നീക്കാൻ നേരം ബ്രഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൂള് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് പിക്ചറാണ് എടുക്കുന്നത് അതിൻ്റെ ചുറ്റും ഇതേപോലെ ഇങ്ങനെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പിക്ചറിനനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, കാരണം ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റിയൊക്കെ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം വരയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളറിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സ് അതിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ താഴെ കാണുന്ന ബ്രഷ് ടൂളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അതിലുള്ള പൂവും കായും ഒക്കെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ആക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം താഴെ നമുക്ക് ഡ്രോ എന്നുള്ള ആ ഒരു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ ഒന്ന് സൈഡിലോട്ട് നിൽക്കാൻ തരാം. ഇതേപോലെ ലെറ്റേഴ്സ് കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കാണും. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കാം. ഇനി നമുക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കളറും അതിൻ്റെ ഫോണ്ടും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളൊരു നല്ലൊരു കോട്ട്സും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസൊന്ന് നല്ല രീതിക്കൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം സൈസിലാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. അല്ലെങ്കിൽ വൈറ്റിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഇതേപോലെ വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറിയൊരു വേർഡ് കൊടുത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കുറച്ച് വലിയൊരു കോട്ട്സ് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് വരച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം ഇനി നമുക്കിതിലോട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റിക്കർ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്റ്റിക്കർ ഇതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഡൂഡിൽ വരച്ച് ഡൂഡിൽ എസ്തെറ്റിക് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചറിനെ ഒന്നും കൂടെ ഭംഗിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അതല്ല ഇനി നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റും കാര്യങ്ങളും ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ താഴെ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.